ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ 12-ന് ടിക്കറ്റ് എടുത്തു. അപ്പോഴാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ എന്താ പറയണ്ടേ സമരം. കണ്ണൂർ ആ ഒരു ഫ്ലൈറ്റല്ലേ ഉള്ളൂ. അങ്ങനെ അതെടുത്ത് അന്ന് നോക്കുമ്പോൾ മെസ്സേജ് വന്നു വൈകുന്നേരം ഇന്നില്ല. അപ്പോൾ അന്ന് വേഗം വൈകുന്നേരമല്ല, രാത്രി 10 മണിയായിരുന്നു. അത് അപ്പോഴത്തേക്ക് നമ്മൾ വൈകുന്നേരം ഫുഡെല്ലാം കഴിച്ച് വേഗം കടന്നുറങ്ങി രാവിലെ പോകാനുള്ള തയ്യാറെടുപ്പ്. അന്നേരമായിരുന്നു ക്യാൻസൽ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഡൗണായി. നാട്ടിൽ പോകുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വെച്ച് പിന്നെ ഫ്ലൈറ്റ് ക്യാൻസലാകുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കുമല്ലോ. പിന്നെ ആ ടിക്കറ്റ് 13th കിട്ടി. അങ്ങനെ നമ്മൾ പോവുകയാണ്. ഇന്ന് ഫ്ലൈറ്റ് ക്യാൻസലൊന്നുമില്ല ഭാഗ്യത്തിന്. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകുന്ന വഴിയാണ്. എയർപോർട്ടിലേക്ക് എത്താനായി. രാവിലെ സുബഹ് നിസ്കരിച്ചിട്ട് ഇറങ്ങിയതാ. അങ്ങനെ നാട്ടിൽ പോകുന്ന ത്രില്ലിലാണ് മക്കളൊക്കെ ഉള്ളത്. ഈ വീഡിയോ 25 ഡേയ്സായി നാട്ടിലെത്തിയിട്ട്. അതിനുശേഷം എഡിറ്റ് ചെയ്തിടുന്നു. നാട്ടിലെത്തിയിട്ട് ഒരു കല്യാണ വീഡിയോ ഫസ്റ്റ് ഇട്ട്, കാണാത്തവർ പോയി കാണണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇതാ മസ്കത്ത് എയർപോർട്ട് എത്തി. ആയിഷു മോളെല്ലാം ഉണ്ട് ഇങ്ങനെ നോക്കുന്നു. എന്നു പാച്ചി രാവിലെ തന്നെ ആയതുകൊണ്ട് ഇന്നാണെങ്കിൽ ആരും ഉറങ്ങിയിട്ടുമില്ല. ഇങ്ങനെ ഫ്ലൈറ്റ് ക്യാൻസലാവുമോ അപ്പോൾ എന്നെ വിളിച്ചിങ്ങനെ ചോദിച്ചുകൊണ്ട് നിന്ന്. അപ്പോൾ ഭാഗ്യത്തിന് ക്യാൻസലായിട്ടില്ല. പക്ഷേ ഉറക്കമൊന്നും നടത്തില്ല. എല്ലാവരും ഉറക്കമല്ല ഒഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത്. ഇൻഷാ അല്ലാ അവിടുത്തെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് മസ്കത്തിലെ എയർപോർട്ട്. അധികൾക്ക് കാണാത്തവർ കണ്ടോട്ടല്ലേ. എയർപോർട്ടിലേക്ക് സാധനങ്ങളൊക്കെ ലഗേജൊക്കെ എടുത്ത് ഉള്ളിലേക്ക് പോവുകയാണ്. ഐഷ്കുട്ടി കാട്ടിയെല്ലാം പറയുന്നുണ്ട്. ഐഷ്കുട്ടി ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ ഡ്രസ്സും കാര്യങ്ങളും പിന്നെ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും. പിന്നെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പെല്ലാം ഉണ്ട്. ഏറ്റവും ബെറ്റർ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വരുന്നതാണ്. ഇവിടെ റേറ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ്. നമുക്ക് C24 നമ്മൾ നേരത്തെ എത്തുകയും ചെയ്തു. കറക്റ്റ് ടൈമിൽ എപ്പോഴും എത്തല്. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, ഒരു ദിവസം ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് ഇനിയും കുറേ ടൈം ഇരിക്കണം. 8:45 അവിടെ ഗേറ്റ് ഓപ്പൺ ആവും. നമ്മളിപ്പോൾ ഇവിടെ 7 മണിക്ക് എത്തി. 6:30 എത്തിയല്ലേ. അവർ സ്പെഷ്യൽ ലോഞ്ചിൽ മേലോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ അവർ വന്നിട്ട് അങ്ങോട്ടേക്ക് പോകും ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് കാണാം. നമ്മൾ പോകാൻ പോകുന്ന ഫ്ലൈറ്റ് ചെയ്താൽ എനിക്കൊല്ലാറുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഗൈസ്. എക്സ്പ്രസ് നമ്മൾ ഇന്നലെ ക്യാൻസലായിപ്പോയി. നമ്മൾ പോകുന്നു. പറ്റിച്ചതും ഒരു സാധനം. നമ്മൾ ഇന്ന് പോകുന്നു. نلفت انتباه المسافرين الكرام على ضرورة عدم ترك حقائبهم. ഫ്ലൈറ്റിലേക്ക് നേരിട്ട് പോകുന്ന ഫ്ലൈറ്റല്ലേ? ഇത് കുറേ ഉണ്ടല്ലോ. ഇത് അവിടത്തേക്ക് എത്തണം. ഓട്ടോ കാറ്റ്
വരാ വിൻഡോന്നാ. വിൻഡോ ഓപ്പൺ ആക്കി കഴിഞ്ഞാലേ ഇത് ആകാശത്തൂല് എവിടെയല്ലേ പോകുന്നത്, അന്നേരം കാറ്റ് നല്ലോണം വരൂലേ, ആയുഷ് പാറിപ്പോവില്ല അതിലൂടെ. വന്ന ഓർമ്മയില്ല പ്ലേറ്റിൽ കയറി ഓർമ്മയില്ല. ഓർമ്മയില്ല. എല്ലാം മേച്ചി. അങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ എത്തിയിരിക്കുകയാണ്. ഉപ്പയും ഇഷാമും ആണ് ഞങ്ങളെ കൂട്ടാൻ വന്നത്. അങ്ങനെ അവരെല്ലാം ആയിട്ടൊരു ഫോട്ടോ എടുത്ത് നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ റാഹത്തായി എത്തി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ അയച്ച് നല്ല കട്ട സപ്പോർട്ട് തരണം.